ഹായ്, ഇത് കണമ്പാണ്. നമ്മുടെ നളൻ്റെ ഒരു ചെറിയ റെസിപ്പി വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഴയിലയിൽ നമ്മൾ ഈ മീന് കണമ്പ് രണ്ട് സ്ഥലത്തുണ്ട്, കായലിലുമുണ്ട്. പിന്നെ ഇതിന് വേറെ പൂമീനെന്നും പറയും. അത് കായലിലോട്ട് വരുമ്പോൾ ഇതിന് പൂമീനെന്നും പറയും. നല്ല ടേസ്റ്റിയാണ്. ചെതുമ്പലുള്ള മീനാണ്. ഇതിനെ നമ്മൾ ഏകദേശം വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു 2 പ്രാവശ്യം മറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഏകദേശമൊക്കെ വെന്ത് തുടങ്ങി. ഇനി ഇതിനെ ഈ തേങ്ങാപ്പാലിൽ ഇങ്ങനെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല ഇതുപോലെ അതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് വേവും. പിന്നെ അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ അങ്ങോട്ട് മാറും. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ തേങ്ങാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈ ലാസ്റ്റിലെ അടയാളം വന്നത് എന്താ വെച്ചാൽ ചിരട്ടയിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ അല്ല വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന തേങ്ങയ്ക്ക് എത്ര ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നന്നായിട്ട് ഇവിടെ. അപ്പോൾ ഇതിനെ എങ്ങനെ വെച്ചു. ഇതിന് മസാല ഉണ്ടാക്കിയതിൻ്റെ മൂത്തോള ഇഷാനി. അപ്പോൾ ഇത് വർക്കിംഗ് സപ്പോർട്ടഡ് ബൈ ഇഷിക ആൻഡ് ദീപ. ഇനി നമ്മളൊന്നുകൂടെ ഇത്തിരി നേരം കുറച്ചും കൂടെ പാൽ അതിനകത്തൊന്ന് ഇതാക്കാൻ വേണ്ടി, തേങ്ങാപ്പാൽ അധികം തിളയ്ക്കരുതെന്നാണ് പറയുക. അപ്പോൾ ഇതിനെ മടക്കി വെച്ചിട്ട് തീ കുറച്ചങ്ങ് ഓഫ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എടുക്കും. അപ്പം ബാക്കി നമുക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശരിക്കും കണമ്പെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ്. 6 ഇഞ്ച് ആണ് ഇതിൻ്റെ നീളം വരിക. നല്ല വെറ്റിഷാണ്. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ അതിൻ്റെ ഡ്രസ്സിങ്ങിന് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാക്കി ഞാൻ കാണിക്കുന്നില്ല കാര്യം. ഇറ്റ്സ് സോ മച്ച് ടേസ്റ്റി വിത്ത് കോക്കനട്ട് മിൽക്ക്. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.